അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ബാപ്പ മകനെയും കൊണ്ടുവന്നു. എത്ര പറഞ്ഞിട്ട് അനുസരിക്കാത്ത മകൻ. അടി കിട്ടിയിട്ട് ആ മകന് ഈ കണക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അടിച്ചിട്ട് ഉപദേശിച്ചിട്ടൊക്കെ കുറെ ഇപ്പൊ അടി കുറെ കൊടുത്ത അടി ഒരു ത്രില്ലായി മാറി കുട്ടി. അത്രയും അടിച്ചിട്ടുണ്ട് പറഞ്ഞു കേൾക്കാത്തോണ്ട്. അങ്ങനെ അടിക്കാൻ പാടില്ലത് വേറെ വിഷയം. അടി അവർക്ക് അദബിന് വേണ്ടിയുള്ള അടിയുണ്ട്, അത് കൊടുക്കുകയും വേണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അത് പഠിപ്പിക്കാൻ നല്ല അടി കൊടുക്കണം. അത് സാരല്ല മോനെ, നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ബാപ്പയും അത് സാരല്ല, പ്രായപൂർത്തി 10 വയസ്സല്ലായിട്ടുള്ളൂ എന്ന് ബാപ്പയും ഏതൊരു വകുപ്പിലുള്ള ആള് ചാരി അങ്ങനെ പറഞ്ഞോ അത് ഒടിഞ്ഞിട്ടേ ഉണ്ടാകുള്ളൂ. രണ്ടാളും ആ വിഷയത്തിൽ അത് പഠിപ്പിക്കുന്നതിൽ ഒരേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നിസ്കരിച്ചോളൂ, എപ്പൊന്നുമില്ല, ഭക്ഷണമൊക്കെ തരും, എന്ത് തരും, നിസ്കരിച്ചു. നിസ്കാരം ഒഴിവാക്കരുത്. 10 വയസ്സായിട്ടുള്ള കുട്ടി 5ാം ക്ലാസ്സിലാണ്. 7 വയസ്സ് മുതൽ നമ്മളത് ശീലമാക്കി 10 വയസ്സാകുമ്പോൾ കർശനം കൊടുക്കണം എന്ന് പറയാൻ കാരണം അതേ അഥമാണ് ഭാവിയിലും വരാനുള്ളത്. അതങ്ങ് നന്നായിക്കോളും, അതങ്ങ് ശരിയായിക്കോളും. ശരിയാകൂലത്. അദബ് എന്ന് പറയുന്നത് അത് മക്കൾക്ക് കിട്ടേണ്ടത് മിനൽ അബാ, ബാപ്പ ഉമ്മമാരിൽ നിന്നാണ്. വസ്സലാഹിയത്തു മിനല്ലാഹ്. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു അൽ അദബു മിനൽ വാലിദൈൻ. അദബ് ബാപ്പ ഉമ്മമാരിൽ നിന്ന് തന്നെ കിട്ടണം. പക്ഷെ അവർ നല്ലവരായി മാറുക, സ്വാലിഹീങ്ങളാവുക, അത് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നമ്മൾ അതിന് അദബ് കൊടുക്കുന്നുണ്ടോ, അതുപോലെ സ്വാലിഹീങ്ങളോ നല്ലവരാകും. നല്ല ഉപദേശങ്ങൾ മക്കളെ ഉപദേശം കണ്ടില്ലേ നിങ്ങൾ? ലുഖ്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകനെ വിളിച്ചു ഉപദേശം ഏതാ കൊടുക്കാത്തത്? ആദ്യം തന്നെ അള്ളാഹനെ പഠിപ്പിച്ചു. പിന്നെ ആ കുട്ടിയോട് പറയുന്നത്, മോനെ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്തെങ്കിലും ഒരു നന്മയോ തിന്മയോ ചെയ്യാൻ ഉദ്ദേശിച്ച് നീ ഒരു ചെറുത്, ആരും കാണാത്ത, ആരും മനസ്സിലാക്കാത്ത ഒരു തിന്മ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു നന്മ ഏതും നീ ചെയ്യുന്നു, എന്നിട്ട് ഫതകുൻ ഫീ സഖറത്തിൻ, ഒരു പാറയുടെ ഉള്ളിലാണ് നീ ആ കൃത്യം നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിൽ ഏതോ ഭാഗങ്ങളിലാണ്, ഭൂമിയുടെ ഏതോ തലങ്ങളിലാണ്, യഅതി ബിഹല്ലാഹ്, അവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്, സാമീപ്യമുണ്ട്. മകനെ ഉപദേശിക്കാൻ ഒരൊറ്റ മകനെ ലുഖ്മാൻ തങ്ങൾക്കുള്ളൂ. ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്, വേറെ ആരുമില്ല. ആ മകനെയാണ് ഉപദേശിക്കുന്നത്, മോനെ അള്ളാഹുവിനെ ശ്രദ്ധിക്കണം. പിന്നെ കൊടുക്കുന്ന ഉപദേശം കണ്ടില്ലേ, യാ ബുനയ്യ അഖിമിസ്സലാ, കുഞ്ഞുമോനെ, പ്രിയപ്പെട്ട മോനെ, നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം. ഒന്നുപോലും കയ്യയിക്കരുത്. നിന്റെ ജീവിതത്തിലെ പക്വത എന്ന് പറയുന്നത്, നിനക്ക് സ്വന്തത്തിൽ മികവും തികവും കിട്ടുന്നത് നിസ്കാരം കൊണ്ടാണ്. ഈ ഉപദേശത്തെ പറ്റി റാസി ഇമാം തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ കർമ്മം ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം ലിതക്മീലി നഫ്സിഹി, സ്വന്തത്തിൽ ആ കുട്ടിക്ക് പൂർണ്ണത ലഭിക്കാനാണ് ആ കൽപ്പന കൊടുത്തത്. പിന്നെ കൊടുക്കുന്ന കൽപ്പന സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി, ആരോടും നന്മ ഉപദേശിക്കണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയണം. ആ 2 സ്റ്റേജിലേക്ക് മോൻ ഉയരണമെങ്കിൽ ഇതം പ്രഥമമായി 5 വക്ത് നിസ്കാരം അങ്ങ് തറുവാകണം. ആ 5 വക്ത് നിസ്കാരം തറുവാകാതെ നിനക്ക് ഈ പറയുന്ന പ്രവർത്തനമില്ലേ, സംഘടനാ പ്രവർത്തനം നന്നായി 2 പോയിന്റാണ്. അതിലേക്ക് പോകാൻ നിനക്ക് അർഹതയില്ല, യോഗ്യതയില്ല. അതിലേക്ക് നീ പോകണമോ, കാൽവെപ്പ് വേണോ, പുരോഗതി വേണോ, സ്വീകാര്യത വേണോ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം വേണോ, തുടക്കം വേണ്ടത് അഖിമിസ്സലാ. മറ്റുള്ളവരെ പൂർത്തിയാക്കാൻ നീ സ്വന്തത്തിലൊരു മികവും തികവും വേണം. അതിലേറ്റവും നമ്പർ 1 ഇതാണ്. മറ്റുള്ളവരെ നീ ഉപദേശിക്കണം, മറ്റുള്ളവരെ നീ തടയണം. ആ സ്റ്റേജിലെത്തുമ്പോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നന്മ ഉപദേശിക്കുമ്പോ അതിനെതിരെ ആളുകൾ പറയാൻ തുടങ്ങും. ഫിത്ന വരും, ഫസാദ് വരും, ആക്ഷേപങ്ങൾ വരും, അധിക്ഷേപങ്ങൾ വരും. നീ ഒരു വലിയ ആളായി പോയി എന്ന് പലരും പറയും. നീ അതൊന്നും പറയണ്ട എന്നൊക്കെ പറയും. പക്ഷേ വസ്ബിർ അലാ മാ അസാബക, നന്മ പറയുമ്പോഴും തിന്മ തടയുമ്പോഴും ഏത് ഭാഗത്തുനിന്ന് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും തരണം ചെയ്യണം. ക്ഷമയോടെ പക്വതയോടെ നീങ്ങണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, ഈ 4
4 കാര്യങ്ങളും നിനക്കുണ്ടോ മോനെ? എന്നാ നിശ്ചയദാർഢ്യം നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് മഹാനവർകൾ നിർത്തിയില്ല. പിന്നെ ആ കുട്ടിയുടെ സാംസ്കാരിക രംഗങ്ങള്, പരിസര വിഷയങ്ങളൊക്കെയാണ് പിന്നെ അടുത്ത് പറയുന്നത്. മോനെ, നീ ഒരു കാര്യം ചെയ്യണം. നീ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് വലാ തംശി ഫിൽ അർളി മർഹാ, ഒരിക്കലും ധിക്കാരപരമായ ഒരു ശൈലി, ഒരു വാക്ക്, ഒരു പ്രവർത്തനം, ഒരു വസ്ത്രധാരണം നിന്നിൽ ഉണ്ടായിക്കൂടാ. നല്ല നിലക്കാകണം ഭൂമിയിലെ നിന്റെ നടത്തം, നിന്റെ സമ്പർക്കം. ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ ലെവല് കണ്ട് വേണം നീ സംസാരിക്കാൻ. ആരുടെ കൂടെ നീ സാവസിച്ച് ജീവിക്കുമ്പോഴും ധിക്കാരപരമായ ഒരു സമീപനം ആർക്കും നിന്നിൽ നിന്ന് ബോധ്യപ്പെടരുത്. എന്താണ് ആ കുട്ടിന്റെ വർത്താനല്ലേ? ഓ, എന്ത് വർത്താനാണിത്? മോനെ, നീ നടക്കുമ്പോ മറ്റുള്ളവരും കൂടി നാട്ടിലുണ്ട് എന്ന് നീ ഒരു കരുതണം. എന്നിട്ട് നല്ല മിതത്വം പാലിക്കണം. ആ നിന്റെ നടത്തവും ശൈലിയും കണ്ടിട്ട് ആളുകൾക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാകരുത്. ഇപ്പൊ കണ്ടോ നിങ്ങൾ, ചില ഭാഗത്തൊക്കെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തി കൊടുത്താൽ മതി. 25 വയസ്സായി 2 കുട്ടികളുള്ള ആളും ഒരു നിക്കറിട്ട് നടക്കുകയാണ്. ഒരു നിക്കറിട്ടിട്ട് ബൈക്കുമ്മലും അല്ലാതെ നാട്ടിലും വീട്ടിലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥ. ഇത്ര വലുപ്പമുള്ള കാലിന്റെ തൊടഭാഗത്ത് പകുതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇയാളാരാ? ഇയാള് കളി ഗ്രൗണ്ടിൽ നിന്ന് വന്നൊന്നല്ല, അതന്നെയാണ് അയാളുടെ ശൈലി. അതേ വസ്ത്രം ഇട്ടിട്ടാണ് അയാൾ അങ്ങാടിയിലേക്ക് വന്ന് മനുഷ്യന്മാരൊക്കെ നല്ലോണം മറച്ചു നിൽക്കുമ്പോ ഈ ഒരു അരനിക്കർ വന്നിരിക്കുന്നു. 2 കുട്ടികളെ വാപ്പയാണ് ഇയാള്. കളി ഗ്രൗണ്ടിൽ നിന്ന് വരുന്നല്ല. ചില വീട്ടിലൊക്കെ രാത്രി എങ്ങനെയാണ് വസ്ത്രം? കുട്ടികൾ ഇങ്ങനെ നോക്കുന്നു, എന്ത് ഇത് വാപ്പ ഇങ്ങനെ ഒരു നിക്കറിട്ട് മാത്രം അങ്ങനെ. അത് നമുക്ക് പറ്റിയ സംസ്കാരമല്ല, നമുക്ക് പറ്റിയ ശൈലിയല്ല. ഇസ്ലാമിന്റെ ശൈലി നല്ല സൗന്ദര്യമുള്ള ശൈലിയാണ്. അതിലൊരു മാറ്റവും വരുത്താൻ മഹാന്മാര് സമ്മതിച്ചിട്ടില്ല. നല്ല വൃത്തിയുള്ള സ്വഭാവമുള്ള ശൈലിയല്ലേ പഠിപ്പിച്ചത്? പല ഭാഗത്തും അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും. നീ ആ കൂട്ടത്തിൽ ചേരരുത്. ആരോട് നീ സംസാരിക്കും അതിനൊരു പക്വതയുണ്ട്, പാകതയുണ്ട്. ചിലരൊക്കെ കാണും, ചില സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞാൽ കൂക്കി വിളിക്കുന്നത്. മോനെ, അങ്ങനെ ചെയ്യരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ജനങ്ങൾക്ക് അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. സ്വഭാവം ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഒരൊറ്റ ഒച്ച ഉണ്ടാവും. ഒരാവശ്യമില്ല, ഉറക്കുന്ന ഒച്ച ഉണ്ടാക്കും. എന്തെങ്കിലും കണ്ടിട്ടല്ല, കാണുമ്പോ ഒച്ച ഉണ്ടാവും. ആനൊക്കെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കണ്ട ആന കൊക്ക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആന പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കണം. അപ്പൊ പേടിച്ചാൽ നമ്മളും ഉണ്ടാക്കും ശബ്ദം. നാട്ടിലിങ്ങനെ രാത്രി ഇവിടെ എവിടെയെങ്കിലൊക്കെ വാഹനം ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പതുക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയിട്ട് ആർക്കാൻ വേണ്ടി ദിക്റൊക്കെ ചെല്ലുന്നുണ്ടാവും. അഥവാ എന്തെങ്കിലും ഒരു തെങ്ങിന്ന് തേങ്ങ വീണ ദിക്റന്റെ ഉറക്ക വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒച്ച ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും. അതൊക്കെ പേടിന്റെ ഊക്കൊണ്ടാണ്. ഇതങ്ങനൊന്നല്ല. ഇത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമയം വരുമ്പോ, ന്യൂ ഇയറോ അല്ലെങ്കിൽ മറ്റൊക്കെ വരുമ്പോ വെറുതെ നിന്ന് കൂക്കൻ, ഒച്ചപ്പാടുണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു കളകളോന്ന് പറയും. അത് നിനക്ക് പറ്റൂല മോനെ. നീ മിതമായ സമീപനം, ധിക്കാരമില്ലാത്ത പെരുമാറ്റം, ആ കുട്ടിയുടെ ആന്തരിക തലവും ബാഹ്യതലവും ഒക്കെ വൃത്തിയാക്കുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ കൊടുക്കുന്നത്. ചെറിയ ഉപദേശമല്ല, വലിയ സന്തോഷമുള്ള ഉപദേശം. ഈ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ട് ആ മകന് വലിയ സന്തോഷത്തോടെ നല്ല രൂപത്തിൽ, നല്ല ഭാവത്തിൽ വളർന്നു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പോലെ നല്ല വിവരസ്ഥനായി ജീവിച്ചു. അതുകൊണ്ട് ഉപദേശിക്കുന്ന മേഖലയിൽ കുറവുണ്ടാകരുത്, അദബ് പഠിപ്പിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്. വിശുദ്ധ ഖുർആന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിടത്ത് ഞാനൊരു വിഷയം പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സവിധത്തിലേക്ക് അനുസരണശീലമില്ലാത്ത മകനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിക്കുന്നു, മോനെ, ബാപ്പ പറയുന്നത് ശരിയാണോ? നീ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. ശരിയാ? കുട്ടി പറഞ്ഞു ശരിയാണ്. പറഞ്ഞോ കേൾക്കല്ലോ? ഒന്നും കേൾക്കല്ല. അടി കിട്ടല്ലോ? അടിയോ എന്നും കിട്ടല്ല. ചീത്ത ഒന്നും കേൾക്കും. എന്താ കേൾക്കാത്ത? എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം നീ കേൾക്കുന്നില്ല. നീ എന്താ അനുസരിക്കാത്തത്? റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുക്കാൻ പോവുക.
അപ്പൊ ആ കുട്ടി ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നന്നാകണമെങ്കിൽ, നല്ല കുട്ടിയാണെങ്കിൽ എന്റെ വാപ്പാക്ക് വല്ല കാര്യങ്ങളും നിർബന്ധമുണ്ടോ? വാപ്പ സ്വീകരിക്കേണ്ട വല്ലതും അങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു ഭാഗം അല്ലെ? ചിലര് ചോദിക്കുന്നത് ഒരു വൺ വേ ആണോ എന്ന് ചോദിക്കും ചില ആൾക്കാർ. ബാപ്പാരിമാരിങ്ങനെ മക്കളിങ്ങനെ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ നാളെ ഒരാളിനോട് ചോദിച്ചു, ഉസ്താദേ ബാപ്പയും സംഗതി നല്ല നമ്മള് ബഹുമാനവും കാര്യമൊന്നും കുറച്ചിട്ടില്ല, പക്ഷെ എപ്പോഴും ചീത്ത വിളിക്കും. ആ റോട്ടിലൂടെ പോകുന്ന സാധനല്ലേ, തൊട്ടാലോ ഏട്ടും കേൾക്കണ്ടേ, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പേരെ വിളിക്കുള്ളൂ. പിന്നെ നാട്ടില് പ്രത്യക്ഷത്തിലില്ല, ചിലപ്പോൾ ചാലുകളിലൊക്കെ കാണും, പറമ്പിലൊക്കെ കാണും, വേറെ സാധനമില്ല, ഹിൻസീർ. ആ അറബിയിലല്ലേ വിളിക്കാം, ആ മലയാളത്തിനെ വിളിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാല്, ഞമ്മളെ ഓല് എന്ത് വിളിച്ചാലും കുഴപ്പമില്ലാന്നും നമ്മൾ അങ്ങോട്ട് എന്ത് വിളിച്ചാലും കുഴപ്പമാണെന്നും ഒരു വൺ വേ ആണോ എന്ന് ചോദിച്ചപ്പോ ഒരു ചോദ്യം തന്നെയാണത്. മക്കളെ മനസ്സും അങ്ങനെ വിളിച്ച് വിഷമിപ്പിക്കാൻ പാടില്ല. മക്കളാന്ന് എഴുതിയിൽ തോന്നുന്നൊക്കെ വിളിക്കാനും പാടില്ല. നിങ്ങൾ നോക്ക്, ലുക്മാനുൽ ഹക്കീം ഞങ്ങൾ ഉപദേശിച്ചപ്പോഴൊക്കെ എന്താ വിളിച്ച പേര്? യാ ബുനയ്യാന്നല്ലേ. പറഞ്ഞ് തീരെ കേൾക്കാത്ത ഒരു കുട്ടിയാണ് കൻആൻ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മോൻ. ആ കുട്ടിനോട് കപ്പൽ കയറാൻ വേണ്ടി വിളിക്കുമ്പോഴും എടാ ബടക്കൂസ ഇങ്ങോട്ട് കയറിക്കോന്നല്ല പറഞ്ഞത്, യാ ബുനയ്യ ഇർകം മാനാ, കുഞ്ഞുമോനെ നമ്മളോടൊപ്പം കപ്പൽ കയറിക്കോ, അഥവാ വിശ്വാസം സ്വീകരിച്ചു വന്നോ. വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളെ കൂട്ടത്തിൽ പോയി പെടണ്ട. ഏത് ഗൗരവമുള്ള വിഷയവും ഗൗരവം കുറഞ്ഞ വിഷയവും ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു തലക്കെട്ട് യാ ബുനയ്യ. യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിലും കാണാം യാ ബനിയദ്ഹബൂ, എന്റെ മക്കളെ, പൊന്നുമക്കളെ, നിങ്ങളൊന്ന് പോയി തെരഞ്ഞു നോക്കി. യൂസുഫ് നബി എവിടെങ്കിലൊക്കെ ഉണ്ടാകും, യൂസുഫ് എവിടെങ്കിലൊക്കെ പോയി തെരഞ്ഞു നോക്കി. 40 കൊല്ലം ക്ഷമിച്ചു യാക്കൂബ് നബി അലൈഹി സ്വലാം. ആ കാലയളവിൽ ഈ മക്കളോട് എന്തെങ്കിലും അരുതാത്തതാ വാപ്പ പറഞ്ഞോ? ഈ 10 മക്കളും കൂടി ചെയ്ത് ചെറിയ കാര്യം, ആ ബാപ്പയുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാക്കണ കാര്യം. ചിലര് പറയും ഞാൻ അവനോട് പുറത്താക്കി, ഞാനെ വേണ്ട, ഞാൻ പോയി ചത്തോട്ടെ എന്ന്. അതിന് മാർഗമൊന്നുമല്ല. നമ്മളെ മോനാണ് എന്നുള്ളവർക്ക് സംഭവിച്ച തെറ്റ് അംഗീകരിച്ചുകൊണ്ട് വിളിച്ച് തിരുത്തി ഉപദേശിച്ച് കൂട്ടി നല്ല സമീപനത്തോടെ വളർത്തലാണ് ബുദ്ധി. വലിയ തെറ്റാ സംഭവിച്ചത്, കടുങ്കയ്യാ സംഭവിച്ചത്, ഇത് വലിയ തെറ്റല്ലേ സംഭവിച്ചത്. പക്ഷെ എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? ആ 40 കൊല്ലം ആ മക്കളോട് തന്നെയല്ലേ വാപ്പ താമസിച്ചത്. പിന്നെ ആ മക്കളൊക്കെ നന്നായും ചെയ്തില്ലേ, എല്ലാരും ബാപ്പാനനുസരിച്ചും ചെയ്തില്ലേ. അതുകൊണ്ട് അതാണ് ഉപദേശത്തിന്റെ ശൈലി. ഉമർ റളിയല്ലാഹുവിനോട് മകൻ ചോദിക്കുന്നു, ഞാൻ നന്നാകാൻ ബാപ്പ വല്ലതും ചെയ്യേണ്ടിയുണ്ടോന്ന്. അങ്ങനെ ഉണ്ടാവുമല്ലോ നിലപാട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയുന്നു, മോനെ നീ നന്നാകണമെങ്കിൽ ബാപ്പാക്കൊരു 3 കാര്യമുണ്ട്. അത് ഓരോ ബാപ്പലും മക്കൾ നന്നാകാൻ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ബാപ്പാരാകുന്ന ബാപ്പാരും ഉമ്മാരാകുന്ന ഉമ്മാരൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ് ആ 3 എണ്ണം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താ കാര്യം ഒന്ന് കേൾക്കട്ടെ എന്നോ. 1, ബാപ്പ കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്ന് പറഞ്ഞു. നമ്മൾ പറയല്ലേ മോന്തായ നന്നായാലേ ബാക്കി നന്നാവും, നന്നാകണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി കുറച്ചങ്ങ് ചിരിച്ചു. റളിയല്ലാഹുവിന് ഉമ്മ നന്നാകണം, ബാപ്പ കെട്ടിയ പെണ്ണ് നന്നാകണം എന്ന് കുട്ടി ചിരിച്ചു. കുട്ടിക്ക് അതിന്റെ സീക്രട്ടൊക്കെ തിരിഞ്ഞു. രണ്ടാമതായി പറഞ്ഞു കുട്ടിക്കിടുന്ന പേര് നല്ല പേരാകണം, അപ്പോഴും കുട്ടി ഒന്നുകൂടി ചിരിച്ചു. മൂന്നാമതായി പറഞ്ഞു ആ കുട്ടിക്ക് ബാപ്പയും ഉമ്മയും ഖുർആൻ പഠിപ്പിക്കണം. അവിടെയാണ് എന്റെ വിഷയം. കുട്ടികൾ നന്നാകാൻ ഖുർആൻ പഠിപ്പിക്കണം. കുട്ടി നന്നായി ചിരിച്ചിട്ട് പറഞ്ഞു, ഈ 3 എണ്ണം എന്റെ ബാപ്പ എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് പിന്നെ ആക്ഷൻ എടുക്കുന്ന ബാപ്പാന്റെ നേരെയാണ്. അതെങ്ങനെ മോനെ മനസ്സിലായത്? എന്റെ ബാപ്പ കല്യാണം കഴിക്കുമ്പോ എന്നൊക്കെ അടിമ സമ്പ്രദായമുള്ള കാലാണ്. ചന്തയിൽ പോയി നല്ല ചൊറുക്കുള്ള ഒരു അടിമയെ 400 ദിർഹമിന് വാങ്ങി പിന്നെ അതിനെ ഭാര്യയാക്കി വെച്ചതാണ്. നല്ല ദീനും തറവാടും കുടുംബവും സ്നേഹവും സ്വഭാവം നോക്കിയിട്ട് കല്യാണം കഴിച്ചതല്ല. ചെറുപ്പക്കാരികളെ എവിടെന്നെങ്കിലും ഫേസ് കെട്ട് കണ്ടിട്ട് അതിനെ കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. ഹസിലും ബസിലൊക്കെ ഒത്തത് നല്ല ദീനു കുലുക്കുള്ളതാകണം. ആ റോഡ് സൈഡിൽ കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലേ, നല്ല ലെവലുണ്ട്, ബോഡിയൊക്കെ നോക്കി നല്ല ഫിറ്റ് ഉണ്ട്. മോനെ തന്നെ ഇപ്പൊ ഒന്ന് ചിരിക്കുക, പിന്നൊന്ന് പരിചയപ്പെടുക, പിന്നൊന്ന് കമന്റ് അടിക്കുക, പിന്നൊന്ന് കമന്റ് ചെയ്ത, പിന്നൊന്ന് കമ്പനിയാകാം. ഇനി അതേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കയറെടുക്കും എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിന് പിന്നീട് വരുന്ന കുസുമങ്ങളിലാണ്, മക്കളിലാണ്.
ആ ഘട്ടത്തിലൊന്നും അത് ഓർക്കൂല. പിന്നെയുള്ള ജീവിതമാണ് ചിന്തിക്കേണ്ടത്. ഈ കുട്ടി പറഞ്ഞു, വാപ്പ നല്ല ചൊറുക്കുള്ള ഒരു അടിമനെ 400 ദിർഹമിന് വാങ്ങി എന്നെ ഭാര്യയ്ക്ക് വെച്ചിട്ടുണ്ട് ആളാ ഞാൻ. എനിക്കിട്ട പേരും നല്ല പേരല്ലായിരുന്നു കുട്ടി. എന്താ മോനെ നിന്റെ പേര്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നീ പേര് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചോളൂ. ഇപ്പൊ അങ്ങനെയല്ല, കുറഞ്ഞ പേര് വാങ്ങണം, അതിന് മഹാ അർത്ഥവും വേണം. അങ്ങനത്തെ ഒരു ഭാഷ അറബി തെരഞ്ഞാൽ കാണുമല്ലോ. ഉസ്താദ്മാരിങ്ങനെ ഇടങ്ങേറാകലാണ് ഡിക്ഷണറി ഫുള്ള് നോക്കിയിട്ട്. കാരണം അറബി തെരഞ്ഞാക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാക്ക് അറബിയിൽ വേണ്ടേ? 2 അക്ഷരം ഉറുദു നിർത്താണ്, 2 അക്ഷരം ഇംഗ്ലീഷ് നിർത്താണ്, 2 അക്ഷരം അറബി എന്നാണ്. അങ്ങനെ ലഫ്ള് ഉണ്ടാവും. അതെവിടെയൊന്ന് കണ്ടതാണ്. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്താ കുട്ടിക്ക് പേര്? കുട്ടിക്ക് പേര് മിസ് മിസ് കിസ് കിസ് മിസ് അങ്ങനെ പേരുണ്ട്. അങ്ങനെ ഇടണം പേർക്ക്. കാരണം ഇവരെ പേരിന്റെ തലയും ബാലൊക്കെ ഒപ്പിച്ച് കാണാൻ പേരിടണം. നമ്മളതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. എന്താർത്ഥം പറയാനാ? അങ്ങനെ ലഫ്ള് ഉണ്ടെങ്കിലല്ല അർത്ഥം കിട്ടല്. ഏതെങ്കിലും ഭാഷയിൽ വേണ്ടേ? ഈ കുട്ടിക്കിട്ട പേര് ജുഅൽ എന്നാണ്. 3 അക്ഷരമുള്ള അറബിയിൽ ജീമ് ഐന് ലാമ്. ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ സുഖാണ്. JUAL ജുഅൽ. ജുഅൽ എന്ന് പേരിട്ട കുട്ടി അങ്ങനെ ഉണ്ടാവും. ജുഅൽ എന്ന് പറഞ്ഞാല് വണ്ട് എന്നാണ് അർത്ഥം. അത് റൂമിലുണ്ടായ ഉറക്കം കിട്ടുമോ? വണ്ട് ഒരു റൂമിൽ കയറി ഗിരിപിരി 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 അറിയില്ലേ? കുട്ടി അങ്ങനെ ഗിരിപിരിയായി. എന്താക്കാനാ? നല്ല പേരിട്ടാൽ നല്ല അർത്ഥം ഉണ്ടാവും, നല്ല അദബും ഉണ്ടാകും, നല്ല ഒതുക്കം ഉണ്ടാകും. ഹസൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിന്റെ പേര്. എന്താ പേര്? ഹസൻ. ഹസൻ എന്ന അർത്ഥം എന്താ? ടെൻഷൻ, ദുഃഖം. ആ പേര് മാറ്റി ഹസൻ എന്നാക്കി കൊടുത്തു. ഹസൻ നല്ല പേരല്ലേ? നല്ല അർത്ഥമുള്ള പേരല്ലേ? നല്ല ഭംഗിയുള്ള പേര്. നല്ല അർത്ഥവത്തായ മഹാന്മാരെ പേരം കിട്ടാൻ മതി. ആ പേരിൽ തന്നെ നല്ല അർത്ഥമുള്ള പേരുകൾ ഉണ്ടാവും. സ്വഹാബിമാരുടെ പേര് നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേരുണ്ട്? ഒരുപാട് പേരുകൾ. മൂന്നാമതായി കുട്ടി പറഞ്ഞു, മാ അല്ലമനി ശൈഅൻ മിനൽ ഖുർആൻ. നമ്മുടെ മക്കളത് പറയരുത്, എന്റെ ബാപ്പ എനിക്ക് ഖുർആൻ ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല. കുറച്ചങ്ങോട്ടായപ്പോ ബാപ്പാന്റെ ജോലിക്ക് ഇന്നേം കൂടെ കൊണ്ടുപോയി എന്നാണ് കുട്ടി. അതാ ബാപ്പ ചെയ്ത്. ഇനിയൊക്കെ അങ്ങനെ ജീവിച്ചാ മതി. നോക്ക് നിങ്ങൾ, നമ്മൾ ആ സങ്കടങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ നാട്ടില് പുറം നാട്ടിൽ നിന്ന് വന്ന ബംഗാൾ, കൊൽക്കത്ത, കുറ്റം പറയല്ലോ, വന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ ജോലി എടുക്കുക. നിസ്കാരം, നമാസ് മാലൂം നെയ്യേ, റോസ മാലൂം നെയ്യേ, ഖുർആൻ കുച്ച് ബി നെയ്യേ, ഒന്നും അറിയില്ല. പേര് വെച്ചോക്കാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയും. നമ്മളെ കേട്ടാ റളിയല്ലാഹു അൻഹു എന്നല്ലോ. എന്താ വിഷയം എന്നറിയോ? ഇതാണ് അവിടുത്തെയും പോയിന്റ്. ഒന്ന് വളർന്ന് എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ച് അതേ അവസ്ഥയിലേക്ക് നമ്മളെ നാട് മടങ്ങുന്നു എന്നാ ഞാൻ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആ ഒരു പുരോഗതിയും മാത്രമാകരുത് ചിന്ത. ഈ മേഖലകളിൽ അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ജീവിതവും ആ ഒരു കുടുംബമാണെങ്കിൽ കാലാകാലം അതിന്റെ ബർക്കത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിലായി താവഴിയിലായി നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അദബാ പറഞ്ഞത്. കുറേ അദബുകൾ വ്യത്യസ്ത വിഷയങ്ങളിലുണ്ട്. ഉറങ്ങാനുള്ള അദബ് പഠിക്കണം. അപ്പൊ അത് പറയാൻ നേരല്ല. തിലാവത്തിന്റെ അദബ് കൂട്ടത്തിൽ പറഞ്ഞാണ്. യാത്രക്കുള്ള അദബ്, സദസ്സിലുള്ള അദബ്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബ്, വ്യത്യസ്ത രീതിയിൽ കുളിക്കുമ്പോഴുള്ള അദബ്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. നിത്യജീവിതത്തിൽ വരുന്നതാണ്. ഇതൊക്കെ ഒരുമിച്ച് കൂടിയ ജീവിതമായിരിക്കും ഔലിയാക്കളുടെ ജീവിതം. അതാണ് തസവുഫ് എന്ന് പറഞ്ഞാൽ. ആ സുന്നത്തുകളൊക്കെ ഉണ്ട് അവർ ജീവിതത്തിൽ. അല്ലാതെ അവരൊന്നും ചെയ്യൂല, ഒരു കാര്യവും ചെയ്യൂല, ഒരു സംഗതി ചെയ്യൂല. അപ്പൊ അത് അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരുമിച്ച് ചേർന്ന് വന്നാൽ അവരുടെ ആ താവഴി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കുളി, അവരെ ഉളു, അവരുടെ കിടത്തം, അവരുടെ എഴുന്നേൽപ്പ്, അവരുടെ സദസ്സ്, അവരുടെ സൽക്കാരം, അവരെ മറ്റു എല്ലാ ഇടപെടലുകളും, യാത്ര കാര്യങ്ങളൊക്കെ എല്ലാത്തിലുള്ള അദബ് പാലിക്കും. നമ്മൾ കാര്യമായിട്ട് അദബ് പാലിക്കും. ഉസ്താദേ, ഞാൻ നാളെ സൗദിക്ക് പോവാണ്, എന്തൊക്കെ ചെയ്യേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞേര്. എങ്ങനെ ഞാൻ ഇറങ്ങണ്ടി? ദിക്റൊന്നും എനിക്കറിയില്ല. നാളെ എന്റെ കല്യാണമാണ്, ഞാൻ നാളെ എന്റെ ദിക്റല്ലേണ്ടോ? ആ ഒരു 2 സംഗതികൾ മാത്രല്ല, ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നിത്യജീവിതത്തിൽ സംബന്ധിക്കുന്ന വിഷയങ്ങൾ. അതൊക്കെ പഠിച്ച് നമ്മൾ